ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പുട്ടാണ് മാമ്പഴപ്പുട്ട്. അപ്പോൾ മാമ്പഴപ്പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരോട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കൊരു പാത്രത്തിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, മാമ്പഴപ്പുട്ടായതുകൊണ്ട് ഇത്തിരി മധുരം കൂടി ആയിക്കോട്ടെ. മോൾക്കായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ മധുരം ആയിക്കോട്ടെ വെച്ചിട്ട് ഇട്ട് കൊടുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മാമ്പഴം, നന്നായി പഴുത്ത മാമ്പഴം അരച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം പുട്ടുപൊടി നനവിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്നും കൂടി നനച്ചെടുത്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് നേരം അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണ മാതിരി തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് മാമ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, ഈ പുട്ടുപൊടി നനച്ചത് ചേർത്ത് വീണ്ടും നാളികേരം മാമ്പഴം ചേർത്ത് അത് ആവി കയറ്റി എടുക്കുക. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളിപ്പോൾ പുട്ടും പഴമൊക്കെ കഴിക്കണ മാതിരി മാമ്പഴപ്പുട്ട് അതേപോലെ ഒരു വേറൊരു ടേസ്റ്റ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.